കീരമ്പാറ പഞ്ചായത്തിലെ വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനായി വനാതിർത്തിയിൽ ട്രഞ്ച് സ്ഥാപിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കും. മണ്ണ് പരിശോധന നടത്താനാണ് കീരമ്പാറയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരിക്കുന്നത്. പ്രദേശത്ത് കൂടുതൽ ശല്യക്കാരനായി മാറിയ കൊമ്പനെ റേഡിയോ കോളർ ഘടിപ്പിച്ച് സഞ്ചാരപഥം നിരീക്ഷിക്കണമെന്ന ആവശ്യവും യോഗം ചർച്ച ചെയ്തു. കീരമ്പാറ പഞ്ചായത്തിലെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഷിബു തെക്കുംപുറം MLA അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ ട്രഞ്ച് താഴ്ത്തണമെന്ന ആവശ്യം യോഗത്തിൽ ചർച്ചയായി. ട്രഞ്ച് താഴ്ത്തുന്നതിന് മുന്നോടിയായി മണ്ണിന്റെ സ്വഭാവവും സാങ്കേതിക സാധ്യതകളും വിലയിരുത്തുന്നതിനായി മണ്ണ് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി MA എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ വിഭാഗത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും. ഫെൻസിംഗ് സ്ഥാപിക്കുന്ന ജോലി വേഗത്തിലാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. ജനവാസ മേഖലകളിലെത്തുന്ന ആനകളെ വനമേഖലയിലേക്ക് തുരത്തും. കൂടുതൽ അക്രമകാരിയായ കൊമ്പനെ പിടികൂടി റേഡിയോ കോളർ സ്ഥാപിച്ച് നിരീക്ഷിക്കുന്നതിനും ആവശ്യമെങ്കിൽ ഉൾവനത്തിലേക്ക് മാറ്റുന്നതിനുമുള്ള സാധ്യതകൾ യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. DFO സൂരജ് ബെൻ, റേഞ്ച് ഓഫീസർ സഞ്ജീവ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. കഴിഞ്ഞ രണ്ടാഴ്ചയായി കോതമംഗലം നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ 3 DFOമാരെ ബന്ധിപ്പിച്ചുകൊണ്ട് പല തരത്തിൽ നമ്മൾ നടത്തിയിരുന്നു. പ്രിയപ്പെട്ട വകുപ്പ് മന്ത്രിയുമായി ഈ കാര്യങ്ങൾ നിരന്തരമായി സംസാരിച്ചു വരികയും ഇവിടെ കീരമ്പാറ പഞ്ചായത്തിൻ്റെ വന്യമൃഗശല്യം, പ്രത്യേകിച്ച് കാട്ടാനയുടെ വലിയ ശല്യം കാരണം വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉള്ളത്. ഇക്കാര്യത്തിൽ പ്രിയപ്പെട്ട DFO കുറേയേറെ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത 3-4 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന പരിപാടികൾ അദ്ദേഹം പ്ലാൻ ചെയ്തു. GTV ന്യൂസ് കോതമംഗലം.